ഹായ്, എല്ലാവർക്കും ഷാഡോ കപ്പിളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ജ്യൂസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, എന്ത് ജ്യൂസ് ആണെന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കൊറോണ സമയത്ത് നമുക്ക് എന്തായാലും പുറത്തൊന്നും പോയിട്ട് ഇപ്പൊ ജ്യൂസ് കുടിക്കലും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ കാത്തു വെച്ചിട്ട് വേണം ഇന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ. ഹെൽത്തി ജ്യൂസ് അല്ലേ? ഹെൽത്തി ജ്യൂസ് ആണ്. അതിലേക്ക് നോക്ക്, നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയ നട്ട് വളർത്തിയ കറ്റാർവാഴയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു തണ്ടെടുക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇതാണ് കേട്ടോ. നമ്മൾ തന്നെ അല്ലേ, നമ്മൾ അങ്ങനെ വലിയ പരിചരിച്ചിട്ടൊന്നുമില്ലല്ലോ, എന്നാലും നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു തൈ നട്ടിട്ട്. അതെ, മെല്ലെ കട്ടിയാടി. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ യെല്ലോ വരരുത്. ഈ യെല്ലോ കളർ കണ്ടോ? നോട്ടെ, ഇതുണ്ട് ഈ യെല്ലോ കളർ, അതങ്ങ് വറ്റിപ്പോണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ നല്ലോണം കഴുകിയിട്ട് നല്ല തുടച്ച് നല്ല വൃത്തിയാക്കി എടുക്കണം. ഇനി അത് അതിൻ്റെ ഒരു മഞ്ഞക്കറ കണ്ടില്ലേ, അത് കഴിക്കും. ഞാനൊരു സൂത്രം കാണിച്ചു തരാവേ. നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ, കണ്ടോ? ബേബി ബേബി ശരിയാണല്ലോ, ഇതാ കുഞ്ഞി കുഞ്ഞ് തന്നെ ഉണ്ടായതല്ലേ അത്. അങ്ങനെ കുറേ തൈകൾ അങ്ങനെ ഉണ്ടായി വരും ഇതിന്റെ ചോട്ടിൽ കൂടെ. അതെ, അപ്പൊ നമുക്ക് മാറ്റി മാറ്റി നടാം. നമ്മൾ ഇതിന്റെ ചോട്ടിൽ ഒരു പുല്ല് നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് എന്ത് പുല്ലാന്നൊന്നും അറിയില്ല, തന്നെ ഉണ്ടായത്. പിന്നെ നമ്മളത് കളഞ്ഞില്ല. നല്ല രസമുണ്ട് അത് കാണാൻ. ഈ കറ്റാർവാഴയ്ക്ക് നല്ലൊരു ഗുണമുണ്ട് കേട്ടോ. നമ്മൾ നെഞ്ചരിച്ചിലൊക്കെ ഇല്ലേ, അതൊക്കെ ഈ ജ്യൂസ് കുടിച്ചാൽ, പിന്നെ ഈ ജ്യൂസ് കുടിച്ചാൽ നമ്മുടെ വയറ് നല്ല ക്ലീൻ ആവും. നമ്മൾ ഈ വ്യായാമം ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയമല്ലേ നമ്മുടെ കൊറോണന്റെ സമയം, നല്ലോണം വയറ്റിന്നും പൊക്കോളും. അതെ അതെ, അല്ല അങ്ങനെ പോയാലേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. അതെ, അഴുക്കുകളൊക്കെ പോകും, നല്ല ക്ലീൻ ആവും. അതുപോലെ ഈ ജ്യൂസ് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് അല്ലാണ്ട് മുടിക്ക്, ഫേസിൽ എല്ലാവരും, നമ്മളിപ്പോ മുടിക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് കേട്ടറിവുള്ളത്. മുടിക്ക്, അതുപോലെ തന്നെ മുഖത്തെ കുരുവൊക്കെ വരുന്നതിന്, മുഖം ക്ലീൻ ആവാനൊക്കെ പെൺപിള്ളേരെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒരു അലോവേര വീട്ടിൽ നട്ടുപിടിപ്പിക്കണം. കറ്റാർവാഴ അങ്ങനെയും പറയും. അപ്പം നല്ലതുപോലെ നമ്മൾ കറ്റാർവാഴയുടെ തണ്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ യെല്ലോ പൾപ്പൊക്കെ അതൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലത്തെ ജെല്ല് മാത്രം എടുക്കണം. കണ്ടില്ലേ? ഇനിയിപ്പോൾ ഈ സൈഡിലുള്ള ഈ രണ്ട് സൈഡിലുള്ള മുള്ള് നമുക്ക് കട്ട് ചെയ്യണം. അതിന് മുമ്പ് ആദ്യമേ ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് മുറിക്കാം, അപ്പോൾ എളുപ്പമായിരിക്കും. പിന്നെ ഈ കറ്റാർവാഴയ്ക്ക് ഒരു കഥയുണ്ട് കേട്ടോ. ഞങ്ങൾ കല്യാണത്തിന് മുന്നേ എനിക്ക് ഏട്ടൻ കൊണ്ടെത്തന്നാണ് ഈ കറ്റാർവാഴ. അന്ന് കുഞ്ഞൊരു തൈയായിരുന്നു. ഏട്ടൻ്റെ ഒരു ഗിഫ്റ്റാണിത്. അന്ന് കല്യാണം കഴിഞ്ഞ് പോന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് അത് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എന്നിട്ട് നമുക്ക് ഈ രണ്ട് സൈഡങ്ങ് കളയാം. രണ്ട് സൈഡ് ഇങ്ങനെ കളഞ്ഞു വെക്കാം കേട്ടോ. അപ്പോൾ കറ്റാർവാഴയുടെ രണ്ട് സൈഡിലുള്ള മുള്ള് നമ്മൾ നീക്കം ചെയ്തിട്ടുണ്ട്, മാറ്റി വെക്കാം. കണ്ടില്ലേ, നല്ല ഇപ്പം തന്നെ നല്ല രസമാണ്, നല്ല ഫ്രഷാണിത്. ഇനി നമുക്ക് കറ്റാർവാഴ എടുത്തിട്ട് നടുവെയാണ് കേട്ടോ, അല്ലാണ്ട് ഇതുകൊണ്ട് നടുവേ നമുക്ക് മുറിക്കാം. കണ്ടില്ലേ, ഇനി നമുക്കിതിൻ്റെ പൾപ്പ് ഇങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ട് നല്ലോണം ഇച്ചിരി അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കാം. കണ്ടോ, ഇച്ചിരി ബലത്തിൽ പിടിച്ചെടുക്കാം കേട്ടോ. നല്ല കട്ടിയല്ലത്, നല്ല ജെല്ലുണ്ട് നല്ലോണം, അതുകൊണ്ടാണ്. കണ്ടോ, മുഴുവൻ ജെല്ല് നമുക്കിങ്ങനെ കിട്ടും. നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുടിച്ചാൽ നല്ല പെട്ടെന്ന് തന്നെ റെഡിയാവും.
ഇതുപോലെ നമുക്ക് എല്ലാം ഒന്നിങ്ങനെ ആക്കിയെടുക്കാം. ഇപ്പം നല്ല നമ്മൾ ജെല്ലൊക്കെ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ജ്യൂസിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: നാരങ്ങ, ഒരു കഷ്ണം ഇഞ്ചി, പഞ്ചസാര. അപ്പോൾ ഇത്രയും സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടി ഇച്ചിരി വെള്ളവും കൂടെ കൂട്ടി നമുക്ക് നല്ല മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ജ്യൂസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അത് ജെല്ലായിട്ട് തന്നെ ഇപ്പോൾ ഇരിക്കുന്നത്? അല്ല, വെള്ളമായിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമുക്കിതിപ്പോൾ അരിച്ചെടുക്കാം അല്ലേ? അരിച്ചെടുക്കാം. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് വരാം. കറ്റാർ വാഴ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി അല്ലേ? അടിപൊളിയാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ തുളസി ഇല ഇട്ടിട്ടുണ്ട്. തുളസി കൂട്ടി അടിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് ഗ്യാസ് അങ്ങനെയുള്ളതൊക്കെ പോവും. ഇഞ്ചിയൊക്കെ ഉള്ളത് കാരണം വയറിന് നല്ലതാണ് ഈ ജ്യൂസ്. അപ്പം എല്ലാവരും എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതെ, ചെറിയ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. വയറൊക്കെ നല്ല ക്ലീൻ ആയിട്ട്. വിഷമില്ലല്ലോ, നമുക്ക് വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെയല്ലേ. പഞ്ചസാരക്ക് പകരം തേൻ ഉപയോഗിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ. പക്ഷെ നമ്മളിപ്പോ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തേൻ മേടിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾ പഞ്ചസാര ഇട്ട് അടിച്ചത് കേട്ടോ. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ കുടിച്ച് നോക്കാൻ പോകാം കേട്ടോ. പൊന്നു കുടിക്കുവാണേ. എങ്ങനെയുണ്ട്? മതി. ഞാൻ കാര്യം പറയട്ടെ, കറ്റാർവാഴ ഇട്ടിട്ട് അടിച്ചെന്നോ എന്ത് ജ്യൂസാന്ന് ആർക്കും പറയാൻ പറ്റില്ല. അടിപൊളി ടേസ്റ്റാ. ഞാൻ കുടിച്ചോട്ടെ. കുടിച്ചു. സൂപ്പർ അല്ലേ? സത്യട്ടോ, എനിക്കൊരു ചെറിയ മടി ഉണ്ടായിരുന്നു കുടിക്കാൻ. ചേട്ടൻ പറഞ്ഞ ആദ്യമേ എനിക്ക് വേണ്ട കേട്ടോ, കൊച്ചു ടേസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. പക്ഷെ സൂപ്പർ ആട്ടോ. നമ്മളൊരു ലൈം കുടിക്കുന്നവരുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഞ്ചിയുടെ ഇതൊക്കെ വരുന്നില്ലേ, നല്ല തുളസീൻ്റെ എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് നമ്മൾ ഇനിയും വരും. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയിട്ട് ആ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പൊട്ടിച്ചേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ബൈ.